നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ SPCയുടെ തന്നെ കീ പ്രോഡക്റ്റായ SPC ഹോമിയോ അഗ്രോ കെയറിനെ കുറിച്ചാണ്. SPC ഹോമിയോ അഗ്രോ കെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇപ്പോൾ കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ എല്ലാവരും ഒരു വിധത്തിൽ ഉപയോഗിച്ച് തുടങ്ങി ആളുകൾക്കെല്ലാം നല്ല രീതിയിൽ റിസൾട്ടും കിട്ടിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. കാരണം ഇത് ഏതാണ്ട് ഒരു 35 വർഷത്തെ പരിശ്രമ ഫലമായി ഉരുത്തിരിഞ്ഞ ഒരു പ്രോഡക്റ്റാണ്. അതായത് ഡോക്ടർ കുറേ വർഷങ്ങളായി റിസർച്ച് ചെയ്ത് സ്വന്തം അനുഭവത്തിലും ഒരുപാട് സ്ഥലത്തിൽ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയ ശേഷമാണ് നമുക്കൊക്കെ തന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഇതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് SPC ഹോമിയോ അഗ്രോ കെയർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു വളം അല്ല. രണ്ടാമത് ഇത് ഒരിക്കലും ഒരു വിഷവുമല്ല. ആക്ച്വലി ഇതൊരു മെഡിസിനാണ്. അതായത് ഒരു അലിലോ കെമിക്കൽ ഉണ്ടാക്കുന്നു നമ്മൾ ഈ മെഡിസിൻ ചെടികളിലേക്ക്, അതായത് എല്ലാ വൃക്ഷലതാദികളിലും എല്ലാ സ്റ്റേജിലും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് SPC ഹോമിയോ അഗ്രോ കെയർ. അതായത് കീടമേതുമാവട്ടെ രോഗമേതുമാവട്ടെ എല്ലാത്തിനും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാം. കാരണം നമ്മൾ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഒരു പ്ലാന്റിലേക്ക് കൊടുക്കുമ്പോൾ ആ പ്ലാന്റ് ഒരു അലിലോ കെമിക്കൽ ഉൽപ്പാദിപ്പിക്കുന്നു. അത് ഒരു കീടം വന്നാൽ ആ കീടം ഏതാണെന്ന് ചെടി തന്നെ തിരിച്ചറിയുകയും അതിനെതിരായുള്ള മെഡിസിൻ ആ ചെടി നമ്മൾ ഏതാണോ വേണ്ടത് അത് ഉപയോഗിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു 40 മരുന്നുകളുടെ കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് 40 ഗുണങ്ങളുമുണ്ട്. 40 ഗുണങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിച്ച് 40 ഗുണങ്ങളല്ല, 40 കാര്യങ്ങളുടെ പരിഹാരമാണെന്നുള്ളതാണ്. കാരണം 40 പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, അതാണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ചെടികളിലേക്ക് കൊടുക്കുമ്പോൾ ചെടി ഒരു സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് അപ്പോൾ ചെടിക്ക് തന്നെ മനസ്സിലാക്കും ഇത് ഒരു കീടത്തെ നശിപ്പിക്കാൻ അത് ഏത് കീടമാണെന്ന് അത് മനസ്സിലാക്കി എത്ര അളവിൽ വേണം, എത്ര സമയത്ത് വേണം, എല്ലാം ആ ചെടി തന്നെ മനസ്സിലാക്കി അതിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. വളരെ കുറച്ച് മാത്രം മതി. അതിൻ്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച്, അതായത് കൃത്യമായ അളവ് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഡയല്യൂഷനും. അപ്പം നമുക്ക് ഇത് എന്തൊക്കെയാണ് നമ്മൾ ഒരു പ്ലാന്റിലേക്ക് SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുമ്പോൾ ഉള്ള ഗുണങ്ങൾ എന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് എല്ലാ പ്ലാന്റ്സിലും എല്ലാ ഘട്ടത്തിലും ഉപയോഗിക്കുമ്പോൾ ഓരോ ഘട്ടത്തിലും അതനുസരിച്ചുള്ള വ്യത്യാസമാണ് കാണുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ചെടി പൂവിടുന്ന സമയത്താണ് പെട്ടെന്ന് നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാവും. എന്നാൽ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് കായ വരുന്ന സമയത്താണ് നമ്മളിത് കൊടുക്കുന്നതെങ്കിൽ ആ കായ ഒന്നും പൊഴിഞ്ഞു പോകാതെ നല്ല വലിപ്പത്തിലും നല്ല ആകൃതിയിലും അതോടൊപ്പം തന്നെ നല്ല ടേസ്റ്റിലുമുള്ള കായകൾ കിട്ടും. മാത്രമല്ല ആ ഫ്രൂട്ട്സിന് അല്ലെങ്കിൽ ആ കായയ്ക്ക് ഷെൽഫ് ലൈഫ് കൂടുതലായിരിക്കും. ഷെൽഫ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മളുടെ സാധാരണ അറ്റ്മോസ്ഫിയറിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വെച്ചാൽ എത്ര നാൾ അത് കേടാവാതിരിക്കുന്നു, അതാണ് ഈ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏത്തപ്പഴം ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ച് നമ്മൾ വളർത്തി ഉണ്ടാക്കിയതാണെന്ന് ഓർക്കുക. ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ച വരെ അതിന് കേടുവരുന്നില്ല. മാത്രവുമല്ല അതിൻ്റെ തൊലിക്കട്ടിയിൽ വ്യത്യാസമുണ്ട്. തൊലിയിൽ നമ്മൾ എടുക്കുമ്പോൾ മറ്റുള്ള പഴത്തിൻ്റെയൊക്കെ തൊലി ഭയങ്കര കട്ടിയായിട്ടിരിക്കുമ്പോൾ ഇത് തൊലി നല്ല നേരിയതായിട്ടിരിക്കുന്നു. മാത്രമല്ല നല്ല ടേസ്റ്റുമായിരിക്കും. ഇതിനെ ഒരു കീടമോ ഒരു രോഗമോ ബാധിക്കുന്നില്ലെന്ന് മാത്രമല്ല വന്യമൃഗങ്ങളൊന്നും തന്നെ ഇതിനെ വന്ന് നശിപ്പിക്കുന്നുമില്ല. ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. ഇപ്പം ഞാനൊരു വാഴയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമ്മളുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രധാനമായ ഗുണങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു ഈ ഓരോ മരുന്നുകൾ, അതായത് ഏതാണ്ടല്ല കറക്റ്റ് 40 മെഡിസിൻസിൻ്റെ കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 40 മെഡിസിനും ചെടികളിൽ ഓരോ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 40 മെഡിസിൻ ഒരു ചെടിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്ന് നോക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ഗ്രാന്യൂൾസാണ്, വളരെ ചെറിയ, എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഓരോ ഗുളികയിലും ഈ 40 ഗുണങ്ങളും ഒന്നിച്ച് ചേർന്നിട്ടുണ്ട്.
അതാണ് അതിൻ്റെ വ്യത്യാസം. അല്ലാതെ നമ്മൾ ഇപ്പം ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് അത് ഉള്ളതല്ല. ഓരോ ഗുളികയിലും അതിൻ്റെ എല്ലാ 40 മരുന്നുകളുടെയും കോമ്പിനേഷൻ അതിനകത്ത് ആ ഒരു ഗുളികയിൽ പോലും ഉണ്ടാകും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ മരുന്നുകളിൽ പ്രയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്കുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒന്നാമത്തെ ഗുണം, നല്ല രീതിയിൽ ഏത് ചെടി നമ്മൾ കൊണ്ട് വെച്ചാലും ഏറ്റവും പ്രധാനം എന്താണ്? ആ ചെടിയിൽ നല്ല രീതിയിലുള്ള വേര് വേണം, അല്ലേ? നല്ല വേരുണ്ടെങ്കിൽ മാത്രമേ ചെടിക്ക് മണ്ണിൽ നിന്ന് നല്ല രീതിയിൽ വളമെടുക്കുകയും പെട്ടെന്ന് വളരുകയും ചെയ്യുള്ളൂ. എത്ര നല്ല കാലാവസ്ഥ, നല്ല നമ്മൾ വളങ്ങൾ കൊടുക്കുന്നു, നല്ല എന്ത് ചെയ്താലും വേരുകൾ ശക്തമല്ലെങ്കിൽ അതിന് നല്ല വളർച്ചയും കാണൂല, അത് മണ്ണിലുള്ള വളത്തെ എടുക്കാനും സാധിക്കില്ല. അപ്പോൾ ആദ്യത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള പുതിയ വേരുകൾ നമ്മൾ ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നത് കൊണ്ട് വരുന്നു. ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ, മണ്ണിലുള്ള എല്ലാ സൂക്ഷ്മ മൂലകങ്ങളെയും വലിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നു. പലപ്പോഴും നമ്മുടെ മണ്ണിൽ പല മൂലകങ്ങളും കിടക്കുന്നുണ്ടെങ്കിലും അതിന് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, ചെടി എടുക്കത്തില്ല. നമ്മൾ എത്ര വളം കൊടുത്താലും പല കാരണങ്ങൾ കൊണ്ട് ചെടി എടുക്കാത്ത ഒരവസ്ഥയും. പക്ഷേ നമ്മൾ SPC ഹോമിയോ അഗ്രോ കെയർ കൊടുത്തിരിക്കുന്ന ചെടികളാണെങ്കിൽ നമ്മൾ മണ്ണിൽ കിടക്കുന്ന വളത്തെ, ഏത് വളമാണ് ചെടിക്ക് ആവശ്യം, അതിനെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് സാപ്പ് ബാലൻസിങ്. അപ്പോൾ സാപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വേറൊന്നുമല്ല, ചെടികളിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ രക്തം ഉണ്ട്, അതായത് നമ്മളുടെ ബോഡി മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നുണ്ട് രക്തം. അതേപോലെ തന്നെ ചെടികളിൽ ഒഴുകുന്ന ദ്രാവകമുണ്ട്, ഒരു ദ്രാവകമാണത്, അത് ആണ് സാപ്പ് എന്ന് പറയുന്നത്. സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരമുണ്ട്, ഒന്ന് സൈലം സാപ്പും ഫ്ലോയം സാപ്പും. അപ്പോൾ സൈലം സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരുകളിലുള്ളതാണ്. അപ്പോൾ എന്താ ചെയ്യുന്ന ഇത്? വേരുകളിൽ ഉണ്ടാക്കുന്ന പോഷണവും വെള്ളവും പഞ്ചസാരയും ചെടികളുടെ മറ്റു ഭാഗങ്ങളിലേക്കെല്ലാം ഇങ്ങനെ ഒഴുകി, ഞാൻ പറഞ്ഞില്ലേ, ഒരു ലിക്വിഡ് ഫോമിലാണ്, അത് നീര് പോലെ ഇരിക്കൂലേ, നിങ്ങൾക്കൊക്കെ ഏത് ചെടിയിലും ഒരു നീരുണ്ടാവും, അത് തന്നെ സാധനം. അത് എല്ലാ ഭാഗത്തേക്കും എത്തിക്കാനായിട്ട് അത് എത്തിക്കുന്നത് ബാലൻസ് ചെയ്യുന്നു, അത് സൈലം സാപ്പ്. അതുപോലെ തന്നെ ഫ്ലോയം സാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ ഇലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന, വേരിൽ കൂടിയും ചെടികൾ വളവും വെള്ളമൊക്കെ എടുക്കും നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മളുടെ ഫെർട്ടിലേഷൻ വഴി നമുക്കറിയാമില്ലേ, ഫെർട്ടിലേഷൻ അതുപോലെ ഫോട്ടോസിന്തസിസ് വഴിയൊക്കെ ചെടികൾക്ക് എടുക്കുന്ന പോഷണങ്ങളും വെള്ളവും പഞ്ചസാരയും ചെടിയുടെ മറ്റു ഭാഗം, അതാണ് ഫ്ലോയം സാപ്പ്. എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്ന ഏത് പ്ലാന്റിനും സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ചെടികളിൽ ഒരു സ്ട്രെസ് ഉണ്ടാകും, പലപ്പോഴും സ്ട്രെസ് ഉണ്ടാകും. അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ടാകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നല്ല വെയിലുള്ളപ്പം ചെടിക്കൊരു സ്ട്രെസ്സാണ്, അല്ലേ? അതോടൊപ്പം തന്നെ ഭയങ്കരമായ മഴയുള്ളപ്പം നമുക്കറിയാം ചെടികൾ മരച്ചിരിക്കുന്ന ഒരവസ്ഥ, അതും ഒരു സ്ട്രെസ്സാണ്. പിന്നെ നമ്മളൊരു ചെടീനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നല്ല രീതിയിലുള്ള കീടങ്ങൾ വന്ന്, വെള്ളീച്ചയോ അതുപോലെ കീടങ്ങൾ വന്ന് നശിപ്പിക്കുന്നു, ആ സമയത്തും ചെടിക്ക് സ്ട്രെസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു ആടോ അതുപോലെ വല്ലതൊക്കെ വന്ന് കടിച്ച്, അങ്ങനെ ഒരു സ്ട്രെസ് ഉണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ചെടിയെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നടുമ്പോൾ ചെടിക്ക് സ്ട്രെസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ചെടിയിൽ ഇടിവെട്ടോ അങ്ങനെ എന്തെങ്കിലും ആഘാതങ്ങൾ വന്ന്, അല്ലെങ്കിൽ ഒരു ചെടിയുടെ മുകളിലേക്ക് വേറെ ചെടി ഒന്ന് വീഴുക, മരം വീണ്, അങ്ങനെയൊക്കെ പലപ്പോഴും നമുക്കറിയാം. ഇതെല്ലാം ചെടികൾക്ക് വരുന്ന സ്ട്രെസ്സാണ്, മനസ്സിലായോ? അപ്പോൾ ഇതുമാതിരിയുള്ള എല്ലാ സ്ട്രെസ്സിനെയും കൺട്രോൾ ചെയ്യാനായിട്ട്, അതായത് കുറയ്ക്കാനായിട്ട് നമ്മുടെ SPC ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിപ്പം ഇതുപോലെയുള്ള എന്തെങ്കിലും സംഭവിച്ചാൽ, ഇപ്പോൾ ഒരു മരം അതിൻ്റെ മുകളിൽ വീഴുക, അല്ലെങ്കിൽ ഇടിവെട്ട് സംഭവിക്കുക, അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കീടം വന്ന് ആക്രമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിൽ അതിന് ഒരു ക്ഷീണമുണ്ടാവും. ആ സന്ദർഭത്തിൽ നമ്മൾ ആ കീടത്തെ ആദ്യമേ പെട്ടെന്നൊന്ന് നമ്മളതിനെ റിക്കവർ ചെയ്യിച്ച ശേഷം ഹോമിയോ കൊടുത്താൽ അത് പെട്ടെന്ന്, ഇപ്പോൾ നമുക്കറിയാം ചെമ്പഞ്ചെല്ലി ഒക്കെ വന്ന് നശിപ്പിച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ അതിൻ്റെ ഏതെങ്കിലും ഒരു കെമിക്കൽ ഒഴിച്ച് അതിനെ കൊന്ന ശേഷം ഇത് പെട്ടെന്ന് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിന് ആ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കഴിവ് കിട്ടും ഹോമിയോ കൊടുക്കുന്നത്. ഇതെല്ലാം ഞാനിപ്പോൾ പറയുന്നതെല്ലാം നമ്മൾ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്ന ചെടികൾക്ക് അല്ലെങ്കിൽ വൃക്ഷങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഗുണങ്ങളാണ് കേട്ടോ. അടുത്തത്,
നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇലകൾ വരും. പലപ്പോഴും എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. ഇപ്പം തെങ്ങ് ആണേലും വാഴയാണേലും അതിൻ്റെ ഇലകൾ ഒടിഞ്ഞൊടിഞ്ഞു പോകും ഇല്ലേ? ഒത്തിരി പേര് കംപ്ലൈൻറ്റ് പറയുന്നത് വാഴയുടെയൊക്കെ ഇല ഒടിഞ്ഞു പോവുക, അതുപോലെ തെങ്ങിൻ്റെ ഓലകൾ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ്. ഇതെല്ലാം ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് SPC, അതായത് നമുക്ക് ശക്തമായ നല്ല ദൃഢതയുള്ള ഇലകൾ ഉണ്ടാക്കാനായിട്ട് ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നു. പിന്നെ ചെടികളിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകുന്നു ഇല്ലേ? നിറച്ച് പൂക്കൾ ഉണ്ടാകും. അതും ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടുന്നു അല്ലേ? ഒരുവിധമുള്ള രോഗങ്ങളൊന്നും ഈ ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്ന ചെടികളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് രോഗങ്ങൾ പലതും ഇല്ലാതാക്കുന്നു. ഇപ്പം ശരിക്കും വൈറസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗങ്ങൾ വരുത്തും. അതായത് പാച്ചസ് പോലെ ചെടികളുടെ ഇലകളിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഇളം പച്ച, മഞ്ഞ ഒക്കെ ആയിട്ട് ഇങ്ങനെ പാച്ചസ് എന്ന് വെച്ചാൽ അറിയാതിരിക്കുമല്ലോ, ഒരു ഇതുപോലെ വരും. അങ്ങനെ ഒരു വെരിഗേറ്റഡ് പോലെ വരുന്നത്, അങ്ങനെ വരുന്നത് ഒരു വൈറസ് രോഗമാണ്. വൈറസിന് ആക്ച്വലി നമ്മൾ കെമിക്കലിലാണേലും ഇതുപോലെ ജൈവത്തിൽ ഓർഗാനിക്കിലാണെങ്കിലും ഒരു മെഡിസിൻ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ SPCയുടെ ഹോമിയോ അഗ്രോ കെയർ കൊടുത്താൽ ഈ പാച്ചസ് ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ വാഴയിലൊക്കെ എല്ലാവർക്കും പലപ്പോഴും വാഴ വളർന്ന് നല്ല രീതിയിൽ വളർന്നു വരുമ്പോൾ അതിന് കൂമ്പടപ്പ് എന്ന് പറഞ്ഞാൽ അതും ഒരു വൈറസ് രോഗമാണ്. മനസ്സിലായോ? അതായത് അതിനൊന്നും പ്രത്യേകിച്ച് മരുന്നുകളൊന്നും ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആ കൂമ്പടപ്പ് വരാതിരിക്കാനും വന്നതിനെ തന്നെ മാറ്റിയ കേസുകളും SPC ഹോമിയോ അഗ്രോ കെയർ നമ്മളുടെ കൊടുത്തവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സോയിൽ ലൈഫ് ആക്ടിവേഷൻ, ചെടികൾക്ക് വേണ്ട എല്ലാ മൂലകങ്ങൾക്കും ചെടികൾക്ക് എടുക്കാൻ സാധിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, മണ്ണിൽ പലപ്പോഴും കിടക്കുന്നതിന് എടുക്കാത്ത ഒരവസ്ഥ വരുന്നതിനെ എല്ലാത്തിനും എടുക്കാനായിട്ട് സാധിക്കുന്നു. മാത്രമല്ല ചെടിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് സാപ്പോഴി അതോടൊപ്പം തന്നെ ചെടികളുടെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുവാനും ഇത് സ്ട്രോങ് ആയിട്ട് ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഉപ്പ് കൂടിയ വെള്ളത്തിൽ നിന്നും ഉപ്പിനെ മാറ്റി, അതായത് വളരെ ഒരു വലിയ കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ചെടിയിൽ, നമുക്കറിയാം ഏത് ചെടിയിൽ ഉപ്പുവെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? അപ്പോഴേ ചെടി ഉണങ്ങിപ്പോവും, വാടിപ്പോവും ഇല്ലേ? പക്ഷെ നമ്മൾ SPC ഹോമിയോ അഗ്രോ കെയർ കൊടുത്ത ഒരു തെങ്ങ്, ആ തെങ്ങ് ഒരു ഇച്ചിരി ഉപ്പുവെള്ളത്തിൽ നിന്നാൽ ആ ഉപ്പിനെ മാറ്റി നല്ല വെള്ളത്തെ, അതായത് ഫിൽറ്റർ ചെയ്ത ആ ഒരു വാക്ക് വേണേൽ ഉപയോഗിക്കാം, അതിന് എടുക്കാനായിട്ടുള്ള കഴിവ് കിട്ടുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇപ്പം ഏലകർഷകരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? തണ്ടുതുരപ്പൻ എന്ന് പറയുന്നവർ. ഈ തണ്ടുതുരപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണ്ടിൻ്റെ അകത്താണ് വളരുന്നത്. നമുക്കതിനെ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും കൊടുത്താലും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മുരിങ്ങയൊക്കെ പല ചെടികളിലും എക്സ്റ്റേണലായിട്ട് നമ്മൾ എന്തെങ്കിലും കൊടുത്താലും അത് പുറമേ അല്ലേ, അതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എവിടെയാണോ തണ്ടുതുരപ്പം കാണുന്ന അവിടം വെച്ച് നമ്മൾ വെട്ടിയിട്ട് അതിൻ്റെ അകത്തുകൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കുന്ന അങ്ങനെയൊക്കെ മെത്തേഡുകളാണ് സാധാരണ. പക്ഷേ ഈ SPC ഹോമിയോ അഗ്രോ കെയർ കൊടുത്ത ഈ നമ്മൾ ഏലത്തിനെയൊക്കെ നോക്കിയിട്ട് തണ്ടുതുരപ്പം വരുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ സിസ്റ്റമിക് ഫംഗിസൈഡ്, അതായത് കോണ്ടാക്റ്റും ഉണ്ട് സിസ്റ്റമിക്കും ഉണ്ട്. മനസ്സിലായോ? കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ മേത്ത് മുട്ടണം. ഇപ്പം ഒരു ഇതുപോലെ വന്നു, ഒരു തണ്ടുതുരപ്പം വന്നെങ്കിൽ നമ്മൾ മുറിച്ച് ആ തണ്ടുതുരപ്പൻ എന്ന് പറയുന്ന ഒരു പുഴുവാണ്, ആ പുഴുവിൻ്റെ ബോഡിയിൽ ഇതുപോലെ നമ്മുടെ പെസ്റ്റിസൈഡ് വീഴണം. അങ്ങനെ വരുന്നതാണ് കോണ്ടാക്ട് പെസ്റ്റിസൈഡ്. എന്നാൽ സിസ്റ്റമിക് ഉണ്ട്. നമ്മുടെ സിസ്റ്റമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിൽക്കുന്ന ചെടിയുടെ വേരിൽ കൂടി അത് വലിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ അതിന് പ്രതിരോധിക്കുകയും ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ ഉള്ളിലെ പ്രശ്നങ്ങളില്ല. ഇതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഇതിൽ കൂടി കൊടുക്കുന്ന ആ മരുന്ന് കൊണ്ട് തന്നെ ഇത് ഇല്ലാതാവുന്നു. അതാണ് സിസ്റ്റമിക്കും കോണ്ടാക്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ തണ്ടുതുരപ്പൻ പോലത്തെ കീടം
ചെടികളിൽ വരാതിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ജീവാണുക്കൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നു. നമുക്ക് അറിയാം, ഈ നമ്മൾ കൊടുക്കുന്ന വളത്തെ ഒരു കാരണവശാലും ചെടികൾ നേരിട്ടെടുക്കില്ല. മനസ്സിലായോ? അതായത് അവിടെ കുറേ ജീവാണുക്കൾ പ്രവർത്തിക്കണം, മൈക്രോബ്സ് എന്ന് പറയും. ഈ മൈക്രോബ്സ് എന്താ ചെയ്യണത്? അവിടെ പ്രവർത്തിക്കണം. പലതരത്തിലുള്ള മൈക്രോബ്സ് ഉണ്ട്. അതായത് പല pH വളരുന്ന മൈക്രോബ്സ് ആണ്. ഇപ്പോൾ 7 വളരുന്ന ഒരു പറ്റം മൈക്രോബ്സ്, 6 വളരുന്നത് വേറൊരു പറ്റം, 5 വളരുന്നത് വേറൊരു പറ്റം. ഇതിങ്ങനെ ഓരോ pH ഓരോ തരം മൈക്രോബ്സ് ആണ് വളരുന്നത്. അപ്പം നമുക്ക് വേണ്ടത് എപ്പോഴും 7 എന്ന pH വളരുന്ന മൈക്രോബ്സ് ആണ്. ഈ ചെടികളിൽ ശരിക്കും വളം ചെടി നേരിട്ട് എടുക്കുകയല്ല ചെയ്യുന്നത്. വളത്തെ ഈ സൂക്ഷ്മ ജീവികൾ വളത്തോടും കൂട്ടി ചെടിക്ക് കൊടുക്കത്തക്ക രീതിയിലാക്കി കൊടുക്കുന്നു. മനസ്സിലായോ? അതാണ് സൂക്ഷ്മ ജീവികളുടെ പ്രവർത്തനം. അപ്പം ഈ സൂക്ഷ്മ ജീവികളെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നത് കൊണ്ട് സാധിക്കുന്നു. പിന്നെ മണ്ണിലെ ധാതുക്കളെ വലിച്ചെടുക്കുന്നു. ഇതെല്ലാം ഈ ഹോമിയോ ഒരൊറ്റ സാധനം കൊടുക്കുന്ന കൊണ്ട് ചെടികൾക്ക് വരുന്ന ഗുണങ്ങളാണ് കേട്ടോ. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ചെടികളുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞ എക്സ്ട്രീം ആയിട്ടുള്ള മഴക്കാലത്ത്, അതല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള വേനൽക്കാലത്ത് ചെടികൾക്ക് ഉള്ള ഒരു സ്ട്രെസ് ഉണ്ട്. ഈ മഴക്കാലത്ത് അറിയാം, വെള്ളപ്പൊക്കം വന്ന് വെള്ളം മുഴുവനും ഇതായിട്ട് ചെടി ഒരു മരച്ച് നിൽക്കുന്ന അവസ്ഥ. വേനൽക്കാലത്ത് നമുക്കറിയാം ഭയങ്കരമായിട്ട് വെയിൽ കൊള്ളുകയും അതോടൊപ്പം തന്നെ ചെടിക്ക് വെള്ളം കിട്ടാതെ വരുമ്പോഴും ഒക്കെയുള്ള സ്ട്രെസ് അതെല്ലാത്തിനെ കുറയ്ക്കുന്നു. കീടാക്രമണം മൂലം വീക്കായ ചെടിയെ സ്ഥിരതയിലേക്ക് എത്തിക്കുന്നു. പിന്നെ ഏറ്റവും ഗുണം നമുക്കറിയാം, ഈ പല മണ്ണുകളും ഭയങ്കര കട്ടിയായിട്ടിരിക്കും. നമുക്ക് ഈ ഓർഗാനിക്കിൽ, അതായത് ജൈവ കൃഷിയിൽ ഏറ്റവും പ്രധാനമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ജൈവ കൃഷിയും രാസകൃഷിയായിട്ടുള്ള പ്രധാന വ്യത്യാസം തന്നെ, ജൈവ കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിനെ ആധാരമാക്കിയുള്ള കൃഷിയാണ്. മണ്ണാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത് നന്നാക്കി. എന്നാൽ രാസകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളയെ ആശ്രയിച്ച്, വിളയ്ക്ക് എത്ര വേണം അതങ്ങനെ. അപ്പം ഈ മണ്ണില് ശരിക്കും സൂക്ഷ്മജീവികൾ, അതോടൊപ്പം തന്നെ ഓർഗാനിക് കാർബൺ. അതായത് ഓർഗാനിക് കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിലുള്ള ഈ കരികിലകൾ, അതുപോലെ തന്നെ അങ്ങനത്തെ എല്ലാം, അതായത് നമ്മൾ ഇടുന്ന വളങ്ങൾ, അതൊക്കെ ഓർഗാനിക് കാർബൺ. ഇതെല്ലാം ഉണ്ടെങ്കിലാണ് മണ്ണ് ഇളകുകയുള്ളൂ. അല്ലെങ്കിൽ മണ്ണ് എന്ത് പറ്റും? കല്ല് പോലെ ഇരിക്കും. ഇപ്പോൾ കൃഷി ചെയ്യുന്നവരുടെ മണ്ണ് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കുന്ന അവർ കിളച്ച് കൊടുത്ത നല്ല കട്ടിയായിട്ടിരിക്കും. പക്ഷേ ജൈവ കൃഷിയിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു മണ്ണാണെങ്കിൽ അവിടെ ധാരാളം മണ്ണിരകൾ കാണും, സൂക്ഷ്മജീവികൾ കാണും, ഓർഗാനിക് കാർബൺ കാണും. അതുകൊണ്ട് മണ്ണ് നല്ല ഇളകിയിരിക്കും. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, കല്ല് പോലെ ഇരിക്കുന്ന മണ്ണിലാണെങ്കിൽ പോലും ആ മണ്ണിൻ്റെ ഇടയിൽ കൂടി വേര് വളരെ ദൂരത്തിൽ പോയി നമുക്ക് വളത്തെ എടുക്കാനായിട്ട് ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്ന ചെടികൾക്ക് സാധിക്കുന്നു. ഒരു മിനിറ്റ്. ഒരിടത്തുനിന്ന് നമ്മൾ പറിച്ചുകൊണ്ട് വേറൊരിടത്തേക്ക് നടുമ്പോൾ ചെടിക്ക് ഒരു പ്രത്യേകമായ സ്ട്രെസ് ഉണ്ട്. കാരണം പുതിയ മണ്ണുമായിട്ട് ചെടി പെട്ടെന്ന് അങ്ങ് ഇതാവില്ല. അപ്പോൾ ആ വേരുകൾ മണ്ണിനോട് ചേർന്ന് വന്ന് കുറച്ച് നാൾ പിടിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ ചെടിയുടെ ഇലകൾ എല്ലാം പെട്ടെന്ന് അങ്ങ് പൊഴിഞ്ഞ്, ഇപ്പോൾ ഒരു കരിവേപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരിടത്തുനിന്ന് മേടിച്ചു കൊണ്ട് നമ്മൾ മറ്റിടത്തും വെച്ചാൽ നമുക്ക് അറിയാം ആ കമ്പായിട്ട് മാത്രം അതിൻ്റെ ആ ലീവ്സ് എല്ലാം പൊഴിഞ്ഞു പോകും. അപ്പം അങ്ങനെയുള്ള ഒരു സ്ട്രെസ്, അതായത് ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചെടികൾ മാറ്റി നടുമ്പോൾ ആ ചെടിക്കുണ്ടാകുന്ന സ്ട്രെസ് ഇല്ലാതാക്കുന്നു. നമ്മൾ അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാവരോടും പറയാറുണ്ട്, വാഴയാണേലും അതോടൊപ്പം തന്നെ നമ്മുടെ തെങ്ങാണേലും കറിവേപ്പാണേലും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണേലും നമ്മൾ നഴ്സറിയിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഇപ്പം നമുക്ക് കവുങ്ങൊക്കെ അവിടെ വെക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ 2 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള റേഷ്യോയിൽ കലക്കിയ ആ ഹോമിയോ മരുന്ന് മിസ്റ്റ് രൂപത്തിൽ, കുറേ പാടില്ല, മിസ്റ്റ് രൂപത്തിൽ ചെടികളിലൊന്ന് ഓടിച്ചൊന്ന് സ്പ്രേ ചെയ്ത് വെക്കുക. ആദ്യമേ അത് ചെയ്യുക. പിന്നെ എപ്പോഴാണോ നമ്മൾ ചെടി കുഴിച്ചു വെക്കാൻ പോകുന്നത് ആ സമയത്ത്
നമ്മൾ ആ കുഴിയിൽ ഈ സൊല്യൂഷൻ കുറച്ച് ഒഴിച്ച ശേഷം വെച്ച് കൊടുക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് സ്ട്രെസ് ഇല്ലാതിരിക്കുകയും ആ ഓൾറെഡി ഉള്ള ഇലകളെല്ലാം അങ്ങനെ തന്നെ വളർന്നു വരും. അല്ലെങ്കിൽ അതെല്ലാം പൊഴിഞ്ഞു പോയിട്ട് ആദ്യം മുതൽ വരുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരാതിരിക്കാനും ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കുന്നു. പിന്നെ എല്ലാ ചെടികളും കീടങ്ങൾ ഒരു പ്രത്യേകതരം സ്മെല്ല് പുറപ്പെടുവിക്കും. ആ സ്മെല്ല് കീടങ്ങൾക്കറിയാം, നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ ആ സ്മെല്ല് കീടങ്ങൾ അറിയുകയും എത്ര ദൂരെ നിന്നാണെങ്കിലും കീടം വന്ന് ഈ ചെടികളെ ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്ന ചെടികൾ അങ്ങനത്തെ ആ സ്മെല്ല് പുറപ്പെടുവിക്കുന്നില്ല. അതുകൊണ്ട് ഒരു കീടം വന്ന് ഈ തെങ്ങിൻ്റെ തൊട്ടടുത്ത് വന്നു കഴിഞ്ഞാലും കീടത്തിന് ഇവിടെ തെങ്ങ് ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായോ? അതുകൊണ്ട് അത് അവിടെ വിട്ടുപോകും. അതായത് കീടങ്ങളെ ആക്രമിക്കുന്ന സ്മെല്ല് പുറപ്പെടുവിക്കുന്നത് ഈ ചെടി നിർത്തുന്ന സന്ദേശമാണത്. അത് ഈ ഹോമിയോ അഗ്രോ കെയർ കൊടുത്ത ചെടികൾ നിർത്തുന്നു. പിന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഈ വേരുകൾക്ക് പലതരത്തിലുള്ള വിഷം വലിച്ചെടുക്കും വെള്ളത്തിൽ കൂടി. അത് ചെയ്യുന്നത് തടയുന്നു. ടോക്സിക് ആയിട്ടുള്ള എല്ലാത്തിനെയും വേരിൽ കൂടി വലിച്ചെടുക്കുന്നു വെള്ളപ്പൊക്കമുള്ള സ്ഥലത്ത്. അത് തടയുന്നു. പിന്നെ പെട്ടെന്നുള്ള കാലാവസ്ഥ മൂലം ചെടികൾക്കുള്ള സ്ട്രെസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ വേരും മണ്ണും തമ്മിലുള്ള ബന്ധം, ഏത് ചെടിയുടെയും ആ നടുന്ന ആ സ്ഥലമുണ്ടല്ലോ, അതായത് വേരും മണ്ണും തമ്മിലുള്ള ബന്ധം അതിനെ ദൃഢപ്പെടുത്തുന്നു. പിന്നെ വരൾച്ച സമയത്ത് ചെടികൾ മുരടിച്ച് നിൽക്കുന്ന അവസ്ഥയെ വീണ്ടും ആ മുരടിപ്പിൽ നിന്ന് മാറ്റി പെട്ടെന്ന് അത് വളരാനുള്ള ഒരു പ്രവണത കിട്ടുകയും ചെയ്യുന്നു ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്ന ചെടികൾക്ക്. പിന്നെ ദീർഘകാല വളർച്ചയ്ക്ക് ആവശ്യമായ ഘടനാശക്തി നൽകുന്നു. പിന്നെ ആദ്യഘട്ടത്തിൽ വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തി വികസനം മെച്ചപ്പെടുത്തുന്നു. മണ്ണിലുള്ള കീടങ്ങളുടെ ആക്രമണം മൂലമുള്ള അസ്വസ്ഥത ചെടികളിൽ ഇല്ലാതാക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിപ്പോൾ മണ്ണിലിപ്പോൾ വേരുപുഴുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഉറുമ്പുകളുണ്ട്, ചിതലുണ്ട്, അതോടൊപ്പം നിമാവിരകളുണ്ട്. മണ്ണിലുള്ള പലതരത്തിലുള്ള കീടങ്ങൾ മൂലം ചെടിക്ക് ഭയങ്കര സ്ട്രെസ്സ് കിട്ടും. ഈ സ്ട്രെസ്സിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് SPC ഹോമിയോ അഗ്രോ കെയർ കൊടുത്ത ചെടികൾക്ക് സാധ്യമാണ്. പിന്നെ മനുഷ്യർക്ക് ഉള്ള പോലെ തന്നെ മെറ്റാബോളിക്, അതായത് ദഹന പ്രക്രിയ ചെടികൾക്കുമുണ്ട്. നമ്മൾ ഇടുന്ന വളത്തെ എടുത്ത് ചെടിയുടെ വളർച്ചയ്ക്കും അതിൻ്റെ പൂവിടിയിലിനും കായഫലത്തിനും വേണ്ടി ഉപകരിക്കുന്ന രീതിയിലേക്ക് ആക്കുന്ന ആ മെത്തേഡ്, ആ ഒരു രീതി, ആ ഇതിനാണ് മെറ്റാബോളിക് പ്രവർത്തനം. ആ ചെടികളിലെ മെറ്റാബോളിക് പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്നതുകൊണ്ട്. നമുക്കറിയാം എപ്പോഴും ഫംഗസ് വരുന്നത് എപ്പോഴാണ്? എവിടെയെങ്കിലും നല്ലതായിട്ട് ഈർപ്പം നിലനിൽക്കുന്ന സമയത്ത്. എവിടെയാണേലും നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബ്രെഡ് വെച്ച് അതിനകത്ത് ഒരു ഈർപ്പമുണ്ട്, അത് അവിടെ കുറച്ച് ഒരു 2 ദിവസം 3 ദിവസം ഓപ്പൺ എയറിൽ വെച്ചാൽ അതിൽ ഇങ്ങനെ നിറച്ച് ഫംഗസ് എന്ന് പറഞ്ഞാൽ ഫംഗസ് വരുന്നതാണ്. അപ്പം ഈ ഈർപ്പമായിട്ടിരിക്കുന്ന സ്ഥലത്തെല്ലാം ഫംഗസ് വരുന്നു. ഇപ്പം ഈർപ്പം കൂടിയ അവസരങ്ങളിൽ ഫംഗസ് ശല്യം സഹിക്കാൻ ചെടികൾക്ക് സാധിക്കുന്നു. അതിനെ അത് എന്താ പറയുക, സഹിക്കാനായിട്ട് ഈ ഉള്ള ശക്തി ഈ ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്ന ചെടികൾക്ക് സാധിക്കുന്നു. പിന്നെ അധികം വെള്ളം കെട്ടിക്കിടക്കുമ്പോഴുണ്ടാകുന്ന സ്ട്രെസ്സിനെ കുറയ്ക്കാനായിട്ട് ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ച ചെടികളിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ഇത്. പലരും വെറുതെ മണ്ണിലോ അതോടൊപ്പം തന്നെ അവിടെ ഇവിടെ ഒന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഏത് ചെടിയിലാണോ നമ്മൾ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിച്ചത് ആ ചെടികൾക്ക് മാത്രമാണ് ഈ ഗുണങ്ങൾ കിട്ടുന്നത്. അല്ലാതെ അവിടെ അടുത്ത് വിട്ടുന്നോ മറ്റുള്ള ചെടികളിലേക്ക് ഇത് കെമിക്കൽ, നമ്മുടെ അലിലോ കെമിക്കൽ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് ചെടിയിലേക്ക് ചെല്ലുമ്പോൾ മാത്രമാണ് ആ ചെടിക്ക് മാത്രമാണ് ആ ഗുണങ്ങൾ കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ചെടികളെ ആദ്യ കാലഘട്ടങ്ങളിൽ ചെടികൾക്കുള്ള പോഷണക്ഷാമം ഇല്ലാതാക്കുന്നു. അതോടൊപ്പം തന്നെ ഇരുമ്പ് അസന്തുലിതാവസ്ഥ
ഇരുമ്പ് അസന്തുലിതാവസ്ഥ മൂലം ചെടികൾക്കുണ്ടാവുന്ന മന്ദഗതി, അതായത് ചെടിയുടെ ഒരു മാന്യത അത് കുറയ്ക്കുവാനായിട്ട് പറ്റുന്നു. അതോടെ തന്നെ മണ്ണിലെ അമിത സൂക്ഷ്മജീവി പ്രവർത്തനം നിയന്ത്രിക്കുന്നു. ദീർഘകാല സമ്മർദ്ദം മൂലമുള്ള ഊർജ്ജക്ഷീണം കുറയ്ക്കുന്നു. പൂവിടിയിൽ കായ പിടിക്കൽ സമയങ്ങളിൽ പോഷക വിതരണം മെച്ചപ്പെടുത്തുന്നു. ഉപ്പുമണ്ണ് ജലവിതരണ കേടുമൂലമുള്ള സമ്മർദ്ദം കുറയ്ക്കുന്നു. പിന്നെ പലപ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മണ്ണിൻ്റെ pH അല്ലേ. pH കുറഞ്ഞ മണ്ണിൽ നമ്മൾ വളം കൊണ്ടിട്ടാൽ ചെടികൾ എടുക്കുമോ? ഇല്ല. അതായത് pH കുറഞ്ഞ മണ്ണിലാണെങ്കിൽ പോലും SPC ഹോമിയോ അഗ്രോ കെയർ കൊടുത്ത ആ ചെടി വളം വലിച്ചെടുക്കുന്നു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം pH കുറഞ്ഞ മണ്ണിലും വളത്തെ ചെടിക്ക് വലിച്ചെടുക്കുവാനായിട്ട് ഹോമിയോ അഗ്രോ കെയർ കൊടുക്കുന്ന മണ്ണിന് സാധിക്കുന്നു, അല്ല ചെടിക്ക് സാധിക്കുന്നു. അതാണ് ഏറ്റവും വലിയത്. അതോടൊപ്പം തന്നെ ചെടിയുടെ ആന്തരിക പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു, ചെടിയുടെ മെച്ചപ്പെടുത്തുന്നു. പിന്നെ വേരുകളുടെ വികസനവും ഊർജ കൈമാറ്റവും ശക്തമാക്കുന്നു. ക്ഷീണിച്ച മണ്ണിനെ വീണ്ടും ശക്തം. അപ്പം ഇത് മണ്ണ് തന്നെ ക്ഷീണിച്ചിരിക്കുന്നതിനെ നല്ല രീതിയിൽ ഇത് ഈ ചെടികളുടെ വേരും മണ്ണുമായിട്ടുള്ള ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ശക്തിപ്പെടുത്തുവാനായിട്ട് ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നു. പിന്നെ എൻസൈം പ്രവർത്തനം വളർച്ചാ നിയന്ത്രണം മെച്ചപ്പെടുത്തുന്നു. ഘടനാ വളർച്ചയിലെ അസമത്വം കുറയ്ക്കുന്നു. വെള്ളം കുറയുമ്പോൾ ചെടി പ്രതികരിക്കുന്നത് തടയുന്നു. പൂക്കൾ, കായപിടിക്കൽ, പരാഗണം എന്നിവ നടക്കാൻ സഹായിക്കുന്നു. അതായത് പലപ്പോഴും പരാഗണം ഏത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ പറയാണ്, ചെടികളിൽ ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു എയ്ഡ് വെച്ചിട്ട് പരാഗണം നടക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചെടികളിൽ ചിലപ്പോൾ വായു കൊണ്ട് പരാഗണം നടക്കുന്നുണ്ട്, വെള്ളം കൊണ്ട്. ഇപ്പം കുരുമുളകിനെയൊക്കെ ആണെങ്കിൽ വെള്ളമാണ് പരാഗണം നടക്കുന്നത്, മനസ്സിലായോ? പിന്നെ ചെറിയ ചെറിയ ജീവികളുണ്ട്. ഏറ്റവും കൂടുതൽ നടത്തുന്നത് നമുക്ക് ബീസ്, തേനീച്ചകൾ അതുപോലെയുള്ള എല്ലാം കൊണ്ട്. പിന്നെ ഇത് സ്വയപരാഗണമുണ്ട്, പരപരാഗണമുണ്ട്. ചിലതൊക്കെ തന്നെത്താനെ തന്നെ അത് ഇങ്ങനെ പരാഗണം നടത്തും. അപ്പം അതേ ചെടിയിൽ തന്നെ ഉള്ളതുണ്ട്, പിന്നെ വേറെ ചെടിയിൽ നിന്നുള്ള പരാഗണം. അപ്പം ഈ പരാഗണം കറക്റ്റായിട്ട് നടന്നാൽ മാത്രമേ കായഫലം ഉണ്ടാവുള്ളൂ, മനസ്സിലായ? അപ്പം ഇതുപോലെയുള്ള പരാഗണം നല്ല രീതിയിൽ നടത്താനായിട്ടും ഈ നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്ന ചെടികൾക്ക് സാധിക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പം ഞാനിപ്പോൾ 40 കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അതായത് 40 മെഡിസിൻസിൻ്റെ ഗുണങ്ങൾ ഒരേ മരുന്ന് ഉപയോഗിക്കുന്നത് മൂലം ചെടികൾക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ഇത്രയും ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ഒരൊറ്റ മെഡിസിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ വൃക്ഷലതാദികളിലെ എല്ലാ ഘട്ടങ്ങളിലും, അതായത് വളർച്ചാ ഘട്ടത്തിലാണെങ്കിലും കൂടുന്ന ഘട്ടത്തിലെ ഇതുപോലെ നഴ്സറി സമയത്താണ്, ഏത് സമയത്താണേലും അതിൻ്റേതായ സമയത്ത് ഏതാണോ വേണ്ടത് എന്ന് ചെടി തന്നെ മനസ്സിലാക്കി ചെടി അതിനെ ഉപയോഗ രീതിയിലാക്കാനായിട്ട് SPCയുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുന്ന ചെടികൾക്ക് വരുന്ന ഗുണങ്ങൾ. ഇനിയിപ്പം എന്തെങ്കിലും ഇഞ്ചി മഞ്ഞളിനൊക്കെ എത്ര പ്രാവശ്യം സ്പ്രേ ചെയ്യണം? ഇഞ്ചി മഞ്ഞളിനൊക്കെ രണ്ട് മാസം കൂടുമ്പോൾ മിസ്റ്റ്, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, വളരെ മിസ്റ്റ് രൂപത്തിൽ ഓടിച്ച് സ്പ്രേ ചെയ്യുക. ഇതുപോലെ തുടക്കം മുതലേ ഇത് ചെയ്തു വരുന്ന ചെടി, ഇപ്പം ഇഞ്ചിയൊക്കെ ആണെങ്കിലും നടുന്നതിന് മുമ്പ് ഒന്ന് ആ വെള്ളത്തിലൊന്ന് മുക്കി, അതല്ലെങ്കിൽ ഇത് കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് ഒന്ന് സ്പ്രേ ചെയ്തേച്ച് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. ഏത് സാധനത്തിൻ്റെയും അതിൻ്റെ സീഡിൽ കൊടുക്കുമ്പോഴാണ് ഫുൾ നല്ലത്. ഇപ്പം വാഴയുടെ കന്നിൽ, അതല്ലെങ്കിൽ നമ്മൾ ഏതിൻ്റെ ആണെങ്കിലും സീഡ്, ഇപ്പം ചീരയുടെയൊക്കെ ആണെങ്കിൽ ആദ്യം മുതൽ 6 മുതൽ 8 ഗുളിക, ഒരു ചീര നമ്മൾ 3 ഗ്രാം ആണല്ലോ സാധാരണ എടുക്കുന്നത്. 3 ഗ്രാമിനകത്ത് എടുത്തിട്ടിട്ട് അത് മുങ്ങത്തക്ക രീതിയിലുള്ള വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ഗുളിക അലിപ്പിച്ച് കിഴിയിട്ടിട്ട് അങ്ങനെ ഇടുകയാണെങ്കിൽ ഭയങ്കര, അത് തൊട്ടേ തുടങ്ങുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി പെട്ടെന്ന് വർദ്ധിക്കും. എന്നാ ഇന്ന് നമുക്കൊന്ന് നിർത്താം. ഇനി അടുത്ത ദിവസം ഓക്കെ. താങ്ക് യു. എല്ലാവരും സഹകരിച്ചതിൽ നന്ദി. താങ്ക് യു. താങ്ക് യു മാം.